പൊതുവിൽ വളരെ നല്ല ഗുണഫലങ്ങൾ തന്നെയാണ് ഈ വർഷം ഇവരെ കാത്തിരിക്കുന്നത്. ആരോഗ്യപരമായ പുരോഗതി, മുൻ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് രോഗാവസ്ഥകൾക്കൊക്കെ ഒരു ശമനം ഉണ്ടാവും. അതുപോലെ തന്നെ സാമ്പത്തികമായ പുരോഗതി, ജീവിത വിജയം, അത്യാവശ്യം ആർഭാടത്തോടു കൂടി അല്ലെങ്കിൽ ആഡംബരത്തോടു കൂടി സന്തോഷമായിട്ട് ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കാനൊക്കെയുള്ള യോഗമുള്ള സമയമാണ് കേട്ടോ ഈ വർഷം. തൊഴിലിൽ പുരോഗതി ഉണ്ടാവും. അതായത് ഒന്നിലധികം വരുമാന മാർഗങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം. നമുക്ക് വിഷു ഒക്കെ ഇങ്ങെത്തി. എന്നാൽ പിന്നെ വിഷുഫലം എന്താണെന്ന് ഒന്ന് നോക്കാം അല്ലേ. അപ്പോൾ നമുക്കിനി മിഥുനക്കൂറുകാർക്ക്, അതായത് നമ്മുടെ മകയിര, തിരുവാതിര, പുണർതം മുക്കാല്, ഇവർക്ക് എങ്ങനെയാണ്, ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ നമുക്ക് നോക്കിക്കളയാം അല്ലേ. പൊതുവിൽ വളരെ നല്ല ഗുണഫലങ്ങൾ തന്നെയാണ് ഈ വർഷം ഇവരെ കാത്തിരിക്കുന്നത്. ആരോഗ്യപരമായ പുരോഗതി അല്ലെങ്കിൽ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഒരു മേന്മ, മുൻ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് രോഗാവസ്ഥകൾക്കൊക്കെ ഒരു ശമനം ഉണ്ടാവും. അതുപോലെ തന്നെ സാമ്പത്തികമായ പുരോഗതി, ജീവിത വിജയം, സുഖ ലോലുപത നിറഞ്ഞ ജീവിതങ്ങൾ, അത്യാവശ്യം ആർഭാടത്തോടു കൂടി അല്ലെങ്കിൽ ആഡംബരത്തോടു കൂടി സന്തോഷമായിട്ട് ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കാനൊക്കെയുള്ള യോഗമുള്ള സമയമാണ് കേട്ടോ ഈ വർഷം. കഴിഞ്ഞ വർഷം ഇടയ്ക്ക് നമ്മൾ കുറേ ക്ലേശിച്ചിട്ടുണ്ടാവും. കുറേ അധ്വാനഭാരം കൊണ്ടോ എന്തെങ്കിലുമൊക്കെ മനസ്സിന് കുറേ ക്ലേശങ്ങളും വിഷമങ്ങളൊക്കെ നമുക്ക് ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ടാവും. എന്നിരിക്കലും ഈ വർഷം അതിനെയെല്ലാം നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും ഒന്ന് ശ്രമിച്ചാൽ. കൃത്യമായിട്ടുള്ള നിഷ്ഠയോട് കൂടിയുള്ള ഒരു നമ്മുടെ ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കൃത്യമായ ഒരു പ്ലാൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വർഷം വിജയിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും കേട്ടോ. തൊഴിലിൽ പുരോഗതി ഉണ്ടാവും. അപ്പം ചെയ്യുന്ന തൊഴിൽ എന്ത് തന്നെയാണെങ്കിലും ആത്മാർത്ഥമായിട്ട് നമ്മൾ അതിൽ ട്രൈ ചെയ്യുക. കിട്ടുന്ന പൈസ കളയാതെ നമ്മൾ സ്വരൂപിക്കുക. അല്ലെങ്കിൽ അടുത്തൊരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു തൊഴിലും കൂടി നമ്മൾ, അതായത് ഒന്നിലധികം വരുമാന മാർഗങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ സാധ്യത മാത്രം പോരണ്ടാവും, നേടിയെടുക്കാനുള്ള ഒരു കഴിവ് നമ്മളും കൂടി ഒന്ന് ശ്രമിച്ചാൽ ഉറപ്പായിട്ടും നമുക്കിതിൽ വിജയിക്കാൻ സാധിക്കും കേട്ടോ. യോഗ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു റൂമിൽ കയറി ഇനി എനിക്ക് ഈ വർഷം കുഴപ്പമൊന്നും ഇല്ല, വിഷുഫലമൊക്കെ എൻ്റെ അടിപൊളിയാണ്, ഞാൻ എവിടെയെങ്കിലും അങ്ങോട്ട് ഇരിക്കാം, ഗുണങ്ങളൊക്കെ ഇങ്ങ് വരട്ടെ എന്ന് വിചാരിച്ചാൽ അങ്ങനെയൊന്നും വരത്തില്ല. അവർ വന്ന് വാതിൽ തുറക്കൂ, ഞാനിവിടെ വന്ന് നിൽപ്പണ്ടെന്നൊന്നും അവർ പറയത്തില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നന്നായിട്ട് അധ്വാനിക്കുക തന്നെ ചെയ്യണം. നമുക്കൊരു ഗുണഫലം കിട്ടും, അതിനുള്ള യോഗ ഉണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ ആര് പോകും? നമ്മൾ തന്നെ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കിട്ടുന്ന പൈസയൊക്കെ കളയാതെ സ്വരുക്കൂട്ടി വെച്ച് അടുത്തൊരു ബിസിനസ്സോ അല്ലെങ്കിൽ നമ്മൾ അടുത്ത ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതൊക്കെ നടത്തി അതിൽ നിന്നൊരു വരുമാനം കിട്ടുക. അങ്ങനെ പല പല മാർഗ്ഗങ്ങൾ, നമുക്ക് വരുമാനം വിപുലീകരിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളൊക്കെ നോക്കി അതിലങ്ങോട്ട് സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ വർഷം കഴിഞ്ഞ് കിട്ടി അടുത്ത വർഷം തൊട്ട് നമ്മൾ പിടിച്ചാൽ കിട്ടില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ നമുക്ക് വിജയിച്ച് പോകാൻ പറ്റും കേട്ടോ. ചെറിയ തമാശ പറഞ്ഞെങ്കിലും വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഞാനത് പറഞ്ഞത്. നമ്മളൊന്ന് ശ്രമിക്കുക. കാരണം കയ്യിൽ പൈസ കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ചിലവാക്കുക, അല്ലെങ്കിൽ അത് നമ്മൾ കരുതി വെക്കാതെ കണ്ട് അത് ചിലവാക്കി കളയുക. അല്ലെങ്കിൽ അത് കളയുമല്ല, നമ്മൾ ചെയ്യുന്നതൊക്കെ ആവശ്യങ്ങൾ തന്നെയാണ്, അനാവശ്യമായിട്ടൊന്നും കളയുന്നില്ല. എങ്കിൽ പോലും അതൊന്നും മീതി വയ്ക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നിരിക്കണം ഈ മിഥുനക്കൂറുകാർക്ക് ഈ മുൻ വർഷങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സിമ്പിൾ ടെക്നിക്കാണ് ആ പറഞ്ഞത്. അതുപോലെ തന്നെ ബിസിനസ്സുകാരൊക്കെയാണ് ബിസിനസ് ഈ വർഷം വിജയിക്കാനുള്ള യോഗമുണ്ട്. കലാകായിക രംഗത്ത് നിൽക്കുന്നവർക്കൊക്കെ പേര്, പ്രശസ്തി, അംഗീകാരങ്ങൾ, നേട്ടങ്ങൾ, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ട്രാവൽ ചെയ്ത് ദൂരെയൊക്കെ പോയിട്ട് അങ്ങനെയുള്ള നമുക്ക് വരുമാനം, അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും അതിന് അംഗീകാരങ്ങളും വിജയവും നേടിയെടുക്കാൻ സാധിക്കുന്ന വർഷമാണ്. പുരോഗതി അല്ലെങ്കിൽ തൊഴിൽ അന്വേഷകർക്കാണെങ്കിൽ ഏത് തൊഴിലാണ് നമ്മൾ ഉദ്ദേശിക്കുക ആ തൊഴിലിലേക്ക് നമ്മളൊന്ന് ഇറങ്ങി പരിശ്രമിച്ചാൽ അല്ലെങ്കിൽ ആ തൊഴിലിൽ വിജയം നേടാൻ സാധിക്കും. അതിനു വേണ്ടി ട്രൈ ചെയ്താൽ അത് ജോലി കിട്ടാനുള്ള യോഗമുണ്ട്. ഇപ്പോൾ വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും യോഗമുണ്ട്. ഇപ്പോൾ വിദേശത്ത് താമസിക്കുന്നവർക്ക് തിരിച്ച് നാട്ടിൽ വരാനൊക്കെ ആഗ്രഹിച്ചിരുന്നിട്ട് സാധിക്കാത്തവർക്ക് അതിനുള്ള യോഗങ്ങളുണ്ട്. അങ്ങനെ അതായത് കുടുംബാംഗങ്ങളൊക്കെ തമ്മിൽ ഒത്തുചേരുന്നതിനും കണ്ടുമുട്ടുന്നതിനും ഐക്യത്തോടെ ഒന്നിച്ചു പോകുന്നതിനുമൊക്കെയുള്ള യോഗങ്ങളുള്ള സമയമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ ഇറങ്ങുമ്പോഴും കറക്റ്റായിട്ടുള്ളൊരു
മെനു നമ്മുടെ കയ്യിൽ, അല്ലെ കറക്റ്റായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ, ഒരു പ്ലാൻ ബുക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ ആരെയും വകവയ്ക്കാത്തൊരു സ്വഭാവം ഇതിൽ ചിലരെങ്കിലും കാണിക്കണ്ടാവും. ഒരു കാര്യം അങ്ങോട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആര് പറഞ്ഞാലും അതിനൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. അമ്മയായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, സഹോദരൻ, ഞാൻ തീരുമാനിച്ചതാണ്, അതങ്ങ് ചെയ്തിരിക്കും എന്നങ്ങ് നിരൂപിച്ച് അങ്ങോട്ട് മുന്നോട്ടിറങ്ങും. അപ്പം ചില എടുത്തുചാട്ടങ്ങളൊക്കെ ഈ വർഷം നമുക്ക് ചില തിരിച്ചടികളൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പം അതുകൊണ്ട് വളരെ കരുതലോടുകൂടി, വളരെ സൂക്ഷ്മതയോടുകൂടി, അനുഭവമുള്ളവരുടെ അനുഭവ സമ്പത്തൊക്കെ ഒന്ന് കൈമുതലാക്കി വെച്ചോണ്ട്, അല്ലെങ്കിൽ അതൊന്ന് പഠിച്ചുകൊണ്ടൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നതായിരിക്കും ഈ വർഷം നമുക്ക് ഉത്തമം കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഭയം എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കങ്ങനെ വലിയ കാര്യമായിട്ട് ഉണ്ടാവാറില്ല. എന്നാലും ഉൾഭയം ഉണ്ടാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇനി ഞാനിതെങ്ങനെ ഇത് ഓവർകം ചെയ്യും എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള ചില ഇഷ്യൂ ഒക്കെ ലൈഫിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് നേരിട്ടാവില്ല, സുഹൃത്തുക്കൾ മുഖാന്തരമോ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവർ മുഖാന്തരമൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു കെയറിങ്ങോട് കൂടി, കാരണം നമ്മൾ ഏതൊരു കാര്യത്തിന് ഒരു ചുവട് വയ്ക്കുമ്പോഴും വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം നമ്മൾ ആ മുന്നോട്ടുള്ള പോക്ക്. കാരണം പുറകിൽ നിന്നോ സൈഡിൽ നിന്നോ എവിടെ നിന്നാണ് നമുക്ക് പണി വരുന്നതെന്നുള്ള ഒരു ശ്രദ്ധ, അല്ലെങ്കിൽ ഒരു കെയറിങ് നമുക്ക് ചുറ്റിനും ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഈ വർഷം ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പണികളും നമുക്ക് കിട്ടും. എന്നുവെച്ചാൽ പ്രതീക്ഷിക്കാത്ത ചില തിരിച്ചടികളും നമുക്കുണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം എടുത്തു പറഞ്ഞത്, ഉറക്കത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടാവില്ല, ഭക്ഷണത്തിലൊരു ശ്രദ്ധ ഉണ്ടാവില്ല. തോന്നുമ്പോൾ കഴിച്ച്, തോന്നുമ്പോൾ ഉറങ്ങി, അത് നമുക്കങ്ങ് ചെയ്യാം, അത് ഇച്ചിരി കഴിയട്ടെ, അല്ലെങ്കിൽ അത് നാളെ ആവട്ടെ, അല്ല അങ്ങനെ മാറ്റി വയ്ക്കാതെ ഇന്നിതങ്ങ് ചെയ്തിട്ട് അങ്ങ് ഇരിക്കാം, നാളെ എനിക്ക് ഫ്രീ ആയിട്ട് പണിയില്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഇരിക്കാം എന്ന് ചിന്തിച്ച് നമ്മൾ കാര്യങ്ങൾക്ക് ഇറങ്ങിയാൽ ഉറപ്പായിട്ടും നമ്മൾ വിജയിക്കും. കൃത്യസമയത്ത് ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക, ആരോഗ്യകാര്യങ്ങൾ പ്രത്യേക ശ്രദ്ധ വെച്ച് പുലർത്തുക. അതുപോലെ തന്നെ ദമ്പതികൾ തമ്മിൽ ഐക്യവ്യത്യാസമൊക്കെ ഉണ്ടാവാതിരിക്കാൻ നാവിനെ ഒന്ന് കൺട്രോൾ ചെയ്തു കേട്ടോ. അതെ, നമുക്ക് ഇച്ചിരി ബോധമൊക്കെ ഉണ്ടാവും, പക്ഷെ മറുപക്ഷത്ത് നിൽക്കുന്നവർക്ക് അത് ഉണ്ടായില്ലെങ്കിൽ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ചിലപ്പോൾ കുറ്റം നമ്മുടേതായിട്ട് മാറും. അപ്പോൾ നമ്മുടെ ബോധമില്ലായ്മയാണോ അവരുടെ ബോധം കൂടുതലാണോ ചില വിഷയങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള ഒരു വർഷമാണ്. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ, വളരെ കെയറിങ്ങോടെ മാത്രം ഓരോ ചുവട് മുന്നോട്ട് ലൈഫിൽ വയ്ക്കുക. അപ്പോൾ ഒരു ഭാര്യ ഒരു കാര്യം പറഞ്ഞാൽ, അല്ലെ ഭർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ ചാടി അല്ലെങ്കിൽ എന്ന് പറയാതെ ഒന്ന് അതിനകത്ത് എന്തെങ്കിലും പിന്നിൽ ഒളിച്ചിരിക്കുന്നതായ ദുരുദ്ദേശങ്ങളുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അത് കളിയാക്കി പറയണതല്ല, നമ്മളത് ആ പറയുന്ന ഇതിൽ തന്നെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളത്. ചിലപ്പോൾ അവർ നിസ്സാര തമാശയ്ക്ക് പറയുന്നതായിരിക്കാം, ചിലപ്പം എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ അത്തെ പിടിച്ച്, ചെറിയ പ്രശ്നത്തെ പിടിച്ച് വലിയ പ്രശ്നം ഉണ്ടാക്കി നമ്മുടെ ലൈഫിനെ തകർക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്നുള്ളൊരു മൈൻഡാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഭയങ്കര മനപ്രയാസങ്ങൾ ഉണ്ടാക്കും. മനപ്രയാസങ്ങൾ, വേദനകൾ, വിഷമങ്ങളൊക്കെ ഉണ്ടാവും. ചിലർ പറയും അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ ഒന്ന് നിസ്സാരമാണ്, അതൊക്കെ അങ്ങ് പോട്ടെ, അതൊക്കെയാണ് എങ്കിൽ പോലും. പക്ഷേ ഈ ഇതിനെക്കുറിപ്പെട്ട എല്ലാവർക്കും അങ്ങനെ ആവില്ല. ചിലർക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. കാരണം മാനഹാനി, മനോവിഷമങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കേണ്ട വർഷം കൂടിയാണ്. ഇത്രയൊക്കെ നല്ലത് പറയുമ്പോഴും ഇടയ്ക്കൊരു ചെറുതുണ്ട് നെഗറ്റീവ് എന്ന് പറയണ പോലെ ഇതിനകത്ത് ഗുണവും ദോഷവും ഒക്കെ പറഞ്ഞാണ് കേട്ടോ ഈ വിഷുഫലത്തിൽ പോവുക. സാധാരണ നമ്മൾ പൊതുവിൽ അങ്ങനെ നെഗറ്റീവ് കാണുന്ന അങ്ങ് ഉരുട്ടാറുണ്ട്, പറയാറില്ല. പക്ഷേ എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചു, ചേച്ചി അതങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെയാണല്ലോ, എന്താണ് അത് പറയാതിരുന്നത്, പറഞ്ഞ് ഞങ്ങൾ നോക്കി നിന്നേനെ. പറയാത്തത് കൊണ്ട് ഇനി നോക്കി നിൽക്കാതിരിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. പിന്നെ ശാസ്താക്ഷേത്രം അല്ലെ ശിവക്ഷേത്രം, ഇവിടെയൊക്കെ പോയിട്ട് വഴിപാട് നടത്തുക, അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കുക. ശിവക്ഷേത്രത്തിലാണെങ്കിൽ ഭഗവാന് നെയ്യ് സമർപ്പിക്കുക, കൂവളമാല സമർപ്പിക്കുക, ജലധാര നടത്തുക. എന്ന് വെച്ചാൽ നമ്മുടെ കഴിവ് പോലെ എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക. തടസ്സങ്ങൾ മാറുക, ദുരിത ദോഷങ്ങളൊക്കെ ഒന്ന് മാറി നമുക്ക് ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഒന്ന് ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം കേട്ടോ. പുതിയ വീട് വയ്ക്കാനൊക്കെ ഇറങ്ങിയിട്ട് അത് തടസ്സപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ ഒന്ന് ശ്രമിച്ചാൽ അത് ഈ വർഷം അങ്ങ് മുന്നോട്ട് നല്ല രീതിയിൽ നടന്നു പോകും. അതുപോലെ സ്ഥലം വാങ്ങാനൊക്കെ അഡ്വാൻസ് കൊടുത്തിട്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരുന്നിട്ട് ആ പൈസ എടുത്ത് കൈമറിഞ്ഞ് പോവുക, അങ്ങനെയൊക്കെ വെച്ചാൽ നമ്മൾ അതിന് വേണ്ടി അഡ്വാൻസോ കാര്യങ്ങളോ കൊടുത്തിട്ടുണ്ട്, അത് പെട്ടെന്ന് അത് ചെയ്തോളൂ. കാരണം അല്ലെങ്കിൽ അത് വീണ്ടും തടസ്സങ്ങളൊക്കെ വന്ന് നമുക്കത്
ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിരൂപിച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മൾ അതിന് ഇറങ്ങി അങ്ങ് പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്കതിനകത്ത് ഉത്തമം കേട്ടോ. കാരണം അതുകൊണ്ട് നമുക്ക് ദോഷങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ തടസ്സങ്ങൾ വന്നാൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചതങ്ങ് വിജയിക്കാൻ പറ്റും. അതുപോലെ തന്നെ പുതിയ വാഹനം, പുതിയ വീട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാം. പക്ഷേ ദ്രവ്യനാശങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കുക. അതുപോലെ ആർക്കും ജാമ്യം നിൽക്കാതിരിക്കുക, എല്ലാവരെയും അഗാധമായി വിശ്വസിക്കാതിരിക്കുക, എപ്പോഴും പ്രവർത്തന മേഖലകളിൽ വളരെ കരുതലും കൃത്യതയോടെയും മുന്നോട്ട് പോവുക. ഏത് ജോലി ആയിക്കോട്ടെ, ആ ജോലിയിൽ നിന്ന് പല പാരവെപ്പുകളും വരാൻ സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ് കേട്ടോ. കാരണം കൂടെ നിന്ന് നമുക്ക് പണി തരിക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ജോലി സ്ഥലത്ത് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ പ്രത്യേകമായി കൃത്യതയോടെയുള്ള ഒരു എന്താ പറയുക മൈൻഡ് നമ്മൾ കൊടുത്തു വേണം മുന്നോട്ട് പോകാനായിട്ട്. അല്ലെങ്കിൽ ചെറിയൊരു പ്രശ്നം പോലും നമുക്ക് നോക്കുമ്പോൾ ഒരു പ്രശ്നമല്ലാത്ത കാര്യങ്ങൾ പോലും അതൊരു വലിയ വിഷയമായിട്ട് മാറാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവും. അതുപോലെ സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസ പുരോഗതിയൊക്കെ ഉണ്ടാവും. ഒന്ന് ശ്രദ്ധിക്കുക, അവരെ ഒന്ന് ഉപദേശിക്കുക, അല്ലെങ്കിൽ അവരുടെ ഒപ്പം നിന്ന് നമ്മൾ അവരെ ഒന്ന് വിജയിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നീട് അവരൊന്ന് കയറിപ്പൊക്കോളും. അതുപോലെ സഹോദരങ്ങൾക്ക് നല്ല സമയം തന്നെയാണ്, പ്രശ്നമില്ല. അപ്പോൾ സ്വന്തമായിട്ട് ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്കും ശ്രമിച്ചാൽ നടക്കുന്ന വർഷമാണ്. വിവാഹ കാര്യങ്ങളൊക്കെ നടക്കാത്തവർക്ക്, അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നവർക്ക് ഈ വർഷം ശ്രമിച്ചാൽ നടക്കുന്ന ഒരു വർഷമാണ്. സന്താന യോഗമുള്ള വർഷമാണ്. അതുപോലെ ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചാലും അതിലെല്ലാം വിജയം കാണുന്നതിനും അതിലെല്ലാം പുരോഗതി നേടുന്നതിനും പറ്റുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ. കാരണം നമ്മൾ തമാശയ്ക്ക് കുറച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ പോലും അതങ്ങനെയല്ല. നമ്മൾ നല്ല രീതിയിൽ മനസ്സിലർപ്പിച്ച് നമ്മൾ ഇറങ്ങിയാൽ പരാജയം എന്ന് പറയുന്ന ഒരു വസ്തു ഈ വർഷം നമ്മളെ തൊട്ട് തീണ്ടില്ല. പിന്നെ സന്താനങ്ങൾക്ക് ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രോഗപീഠകൾ, മനക്ലേശങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു വർഷം കൂടിയാണ്. മാനസികമായിട്ട് ചെറിയ ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വിദേശ യാത്രകൾ അല്ലെങ്കിൽ ദീർഘദൂര യാത്രകൾക്കൊക്കെ യോഗമുള്ളൊരു സമയമാണ്. അതുപോലെ തന്നെ ചെറിയ ഓരോ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇച്ചിരി മനസ്സൊക്കെ വിഷമിച്ചാൽ പോലും അതിനെല്ലാം നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നല്ല ഗുണങ്ങളും ചെറിയ കുഞ്ഞു പ്രശ്നങ്ങൾ അത് നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമുക്ക് സംഭവിക്കുന്നതാണ് കേട്ടോ ഒക്കെ ആയിട്ടാണ് ഈ വിഷു ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും വിഷു ആശംസകൾ. അപ്പോഴേ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷ നന്ദി, നമസ്കാരം.